നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂനപക്ഷ സംവരണത്തിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. സംസ്ഥാനത്തെ മുസ്ലിം സംവരണത്തെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. കോൺഗ്രസ് അംബേദ്കറിനെ വെല്ലുവിളിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ. വഖഫ് നിയമ ഭേദഗതിയിൽ തുറന്നു പറഞ്ഞ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ. പ്രതിഷേധിക്കുന്നവർ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭൂമിയും കയ്യേറിയെന്ന ജഗദാംബിക പാൽ. ഗാസയിൽ ഒടുങ്ങാതെ ഇസ്രായേൽ വ്യോമാക്രമണം. ഹമാസ് ഭീകരൻ ഇസ്മായിൽ ബർഹൂം കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ മരണസംഖ്യ 30 കടന്നു. വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ് നിലപാട്. കബളിപ്പിക്കലെന്ന് ആക്ഷേപം. റഷ്യ യുക്രൈൻ ചർച്ചകൾ സൗദി അറേബ്യയിൽ. കരിങ്കടലിൽ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായുള്ള നീക്കങ്ങൾക്ക് പ്രത്യേക ഊന്നൽ. കരിങ്കടലിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും റഷ്യ അനുകൂലം. IPL-ൽ ഇന്ന് ഡൽഹി ലക്നൗ പോരാട്ടം. മത്സരം അല്പസമയത്തിനകം വിശാഖപട്ടണത്ത്. പന്തും രാഹുലും നേർക്കുനേർ. വിശദമായ വാർത്തകളിലേക്ക്. ന്യൂനപക്ഷ സംവരണത്തിനായി ഭരണഘടനയിൽ മാറ്റങ്ങൾ വരണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. ഭരണഘടന മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണെന്നും ശിവകുമാറിന്റെ വിവാദ പരാമർശം. ഒരു സ്വകാര്യ ചാനലിന്റെ ടോക്ക് ഷോയിലാണ് ഡി.കെ. ശിവകുമാറിന്റെ പരാമർശം. അതേസമയം ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പാർലമെന്റിന്റെ ഇരു സഭകളും സ്തംഭിച്ചു. മത അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി രാജ്യത്തെ വിഭജിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് BJP ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ശക്തമായ പ്രതിഷേധം ഇതിനോടകം തന്നെ അലയടിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവന കൂടി വിവാദത്തിലേക്ക് കടക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, കർണാടകയിൽ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ മറ്റൊരു വിവാദ പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത്. ഒരു ചാനലിൻ്റെ ടോക്ക് ഷോയിൽ സംസാരിക്കുമ്പോൾ ഈ 4% സംവരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി നൽകവേ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ പറഞ്ഞത് മതന്യൂനപക്ഷങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് സംവരണത്തിനായി വേണമെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മാറ്റണം, അങ്ങനെ ഭരണഘടന തിരുത്തേണ്ടതൊന്നാണ്, ഭരണഘടനകൾ പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും തുടങ്ങിയ പ്രതികരണം ഇദ്ദേഹം നടത്തുകയായിരുന്നു. എല്ലാ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം സംവരണം നൽകുന്നതെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. എന്തായാലും മുസ്ലിം സംവരണത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മാറ്റണമെന്ന ഡി.കെ. ശിവകുമാറിൻ്റെ പ്രതികരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ആഞ്ഞു വീശുകയാണ്. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും രാവിലെ 11 മണിക്ക് ഈ വിഷയത്തിൽ ബഹളത്തിൽ മുങ്ങി. BJP ആണിത് ഉന്നയിച്ചത്. ദേശീയ തലത്തിൽ തന്നെ BJP ഇതൊരു വലിയ വിഷയമായി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നു. 12:30-ക്ക് BJPയുടെ കേന്ദ്ര കാര്യാലയത്തിൽ മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് ഈ ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ വാർത്താ സമ്മേളനം നടത്തി. BJP പ്രധാനമായും ഉന്നയിക്കുന്നത് മത അടിസ്ഥാനത്തിൽ വീണ്ടും രാഷ്ട്രത്തെ വിഭജിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടന തിരുത്തുവാനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു, രാജ്യസഭയിൽ പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ, BR അംബേദ്കറെ പോലെയുള്ള ദേശീയ നേതാക്കൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയ്ക്ക് എതിരാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ദേശീയ പുരുഷന്മാരൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ വിമർശനമാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടായത്. വിഷ്ണു, ഗൗതം, ഒപ്പം എടുത്തു പറയേണ്ടത് ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് BJPയുടെ ഭാഗത്ത് നിന്ന് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ശക്തമായ പ്രതിഷേധമാണ് കർണാടകയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ഈ ഒരു നീക്കത്തെയാണ്. ഭരണഘടനയൊക്കെ തന്നെയും അവഹേളിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഈ ഒരു നീക്കം രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കാനാണെന്ന് ഒരു കാര്യം തന്നെയാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കർണാടകയിൽ ശക്തമായൊരു പ്രക്ഷോഭം അലയടിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്?
വിഷ്ണു, ഇത് ദേശീയ തലത്തിൽ തന്നെ BJP ഈ വിഷയം ഉയർത്തുകയാണ്. ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല, ഇന്ന് ഈ വിവാദം കൂടുതൽ കത്താൻ കാരണം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നടത്തിയൊരു പ്രസ്താവന കൂടിയാണ്. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി ദേശീയ തലത്തിൽ തന്നെ BJP ഇത് ഉയർത്തുന്നുണ്ട്. കാരണം കർണാടകയിൽ കോൺഗ്രസിന്റെ ബജറ്റ്, സിദ്ധരാമയ്യയുടെ ബജറ്റിനെ BJP പരാമർശിക്കുന്നത് തന്നെ ഹലാൽ ബജറ്റ് എന്നുള്ളതാണ്. കാരണം ആ ബജറ്റിനകത്ത് മുസ്ലിം സമൂഹത്തിന് മാത്രമായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ ബില്ല് പാസ്സാക്കുന്നത്. അതായത് സർക്കാർ ടെൻഡറുകളിൽ 4% മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിക്കൊണ്ടുള്ള ബില്ലാണ് പാസ്സാക്കിയത്. BJP MLA-മാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഈ ബില്ല് സിദ്ധരാമയ്യ സർക്കാർ പാസ്സാക്കിയായിരുന്നു. ബില്ല് കീറിയറിഞ്ഞുള്ള പ്രതിഷേധമാണ് കർണാടക നിയമസഭയിൽ BJP നടത്തിയത്. ഇതിനൊപ്പമാണ് ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ചാനലിൻ്റെ ടോക്ക് ഷോയ്ക്കകത്ത് മുസ്ലിം സംവരണത്തെ ന്യായീകരിക്കുന്നുവെന്ന് മാത്രമല്ല, അതിനുവേണ്ടി വേണമെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ തിരുത്താവുന്നതാണ് എന്ന രീതിയിലുള്ളൊരു പ്രതികരണം കൂടി ഉപമുഖ്യമന്ത്രി നടത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ ഇന്ന് വലിയ പ്രതിഷേധം ഈ പ്രസ്താവനയ്ക്കെതിരെ നടന്നതും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്തംഭിച്ചതും. എന്തായാലും നാളെയും പാർലമെൻറ്റ് ചേരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വിഷയം BJP ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്ന്, ഈ മതപരമായ സംവരണം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നതല്ല, നമുക്കറിയാവുന്നതാണ്. കാരണം സാമൂഹികമായും വിദ്യാഭ്യാസപരമായൊക്കെയുള്ള പിന്നോക്ക അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് SC ST OBC വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നത്. അത് മത അടിസ്ഥാനത്തിലല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും OBC-യിൽ സംവരണം ലഭിക്കുന്നുണ്ട്. SC ST വിഭാഗത്തിലും അത്തരം സംവരണങ്ങൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ മതമല്ല അതിൻ്റെ ക്രൈറ്റീരിയ എന്നത്, മറിച്ചത് സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയും ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പിന്നോക്കാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരം സംവരണങ്ങൾ മുൻപ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മത അടിസ്ഥാനത്തിലുള്ള സംവരണം എന്ന് പറയുന്നത് ഇത് മുൻപും കോൺഗ്രസ് സർക്കാരുകൾ, മുൻപ് ആന്ധ്രാപ്രദേശിലൊക്കെ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ തന്നെ ഇത്തരം സംവരണം നടപ്പാക്കാൻ ശ്രമിക്കുകയും പിന്നീട് രാജ്യത്തെ കോടതികൾ തന്നെ അതിനെ വിമർശിക്കുകയും അത്തരം സംവരണങ്ങൾ റദ്ദാക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും വീണ്ടും മുസ്ലിം സംവരണം നടപ്പാക്കിക്കൊണ്ടൊരു വലിയ വിവാദ നീക്കം കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കർണാടകയിൽ സംഭവിക്കുന്നു. അതിനെ ന്യായീകരിക്കുന്ന അവിടുത്തെ ഉപമുഖ്യമന്ത്രിയോ ആകട്ടെ വേണമെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മുസ്ലിങ്ങളുടെ സംവരണത്തിന് വേണ്ടി തിരുത്തണമെന്ന പ്രതികരണം കൂടി നടത്തുകയാണ്. ശരി, ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. കർണാടകയിലെ മുസ്ലിം സംവരണത്തെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന തന്നെ തിരുത്തണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് BJP. മതസംവരണം നൽകുന്നതിലൂടെ അംബേദ്കറുടെ നിലപാടുകളെയാണ് കോൺഗ്രസ് വെല്ലുവിളിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വിമർശിച്ചു. कर्नाटक की विधानसभा रही, कर्नाटक के विधानसभा में ठेकेदारों को कॉन्ट्रैक्ट देने के लिए 4% का रिजर्वेशन का प्रस्ताव पारित किया है। 4% का ये अंबेडकर के रखवाले बनते हैं। उपसभापति जी, ये अंबेडकर के रखवाले बनते हैं। सरदार पटेल ने और अंबेडकर ने कहा कि रिजर्वेशन ऑन द बेसिस ऑफ रिलीजन विल नॉट टेक प्लेस। धर्म के आधार पर रिजर्वेशन नहीं होगा। इन्होंने तेलंगाना की विधानसभा में पहले तो इन्होंने SC का, ST का और OBC का हक मार करके रिजर्वेशन मुस्लिम्स को, माइनॉरिटीज को देने का काम किया है। और इन्होंने बैकडोर एंट्री क्या की है? बैकडोर एंट्री ये की है कि माइनॉरिटीज को, मुस्लिम्स को स्पेसिफिकली OBC में बैकडोर से एंट्री देने का भी काम, कुछ प्रयास इन्होंने किया। इतिहास इस बात का गवाह है। और अभी भी मेरे वक्तव्य के बाद DK शिवकुमार ने फिर से कहा है कि संविधान कांग्रेस ने दिया है, संविधान को बदलने का काम भी कांग्रेस करेगी। വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നവർ ന്യൂനപക്ഷ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു. അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭൂമി നഷ്ടപ്പെടുന്ന നിരവധി പേർക്ക് പ്രയോജനപ്പെടുന്നതാണ് നിയമ ഭേദഗതിയെന്നും ജഗദാംബിക പാൽ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഭൂമിയും വഖഫ് കയ്യേറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. अल्पसंख्यकों को गुमराह करने की कोशिश कर रहे हैं। देश में जिस तरह से ये आंदोलन की बात कर रहे हैं, कहीं न कहीं देश में एक कमज़ोर और अस्थिरता पैदा करने की कोशिश कर रहे हैं। हमने ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड को जॉइंट पार्लियामेंट्री कमेटी ऑन वक्फ के सामने बुलाया था। उन्होंने जो अपने व्यूज़ दिए थे उसको हमने रिकॉर्ड किया है, इनकॉर्पोरेट किया है, सभी इशूज़ को एड्रेस किया है।
और मैं इस बात को कह रहा हूँ कि जब ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड अभी अमेंडेड एक्ट गवर्नमेंट लेकर के नहीं आई है, लेकिन जानते हैं कि अभी तक वक्फ का प्रॉपर्टी का जो मुतवल्ली थे वक्फ बोर्ड के लोग ये खुर्द बुर्द कर रहे थे, गरीबों को लाभ नहीं मिल रहा था, केवल मुतवल्ली और केयर टेकर लोगों को और वक्फ बोर्ड के लोगों को लाभ था। इसको अगर कानून अमेंड करके और गरीब के फायदे के लिए है और इसके बाद भी विरोध कर रहे हैं, तो ये देश में कहीं ना कहीं एक तरह से अराजकता फैला रहे हैं और ये लोकतंत्र के विरोध में है, क्योंकि कानून बनाने का काम पार्लियामेंट का है, वो कानून बनेगा। ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. ആക്രമണത്തിൽ ഹമാസ് ഭീകരൻ ഇസ്മായിൽ ബർഹൂം കൊല്ലപ്പെട്ടു. ഹമാസിന്റെ സാമ്പത്തിക കാര്യ വിഭാഗം മേധാവിയാണ് ഇയാൾ. ഖാൻ യൂനിസിലെ നസർ ആശുപത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. 30ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം വെടിനിർത്തലിന് തയ്യാറെന്ന ഹമാസ് നിലപാട് കബളിപ്പിക്കൽ ആയിരുന്നിരിക്കാമെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ബന്ദികളുടെ മോചനം വൈകിയതിനെ തുടർന്ന് ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ നടത്തുന്നത്. 4 ദിവസമായി കടുത്ത ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. നിരവധി പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. ഹമാസിന്റെ സാമ്പത്തികകാര്യ വിഭാഗം മേധാവി ഇസ്മയിൽ ബർഹൂം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിലും ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. സലാ അൽ ബർദവിൽ ആണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. സലാ അൽ ബർദവിലിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു. ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാക്കളായ ഇസ്ലാം അദ്ദലീസും അബു വത്ഫയും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഹമാസിന്റെ വെടിനിർത്തൽ ധാരണ കബളിപ്പിക്കൽ ആയിരുന്നു എന്ന് കരുതുന്നതായി യുഎസിന്റെ പ്രത്യേക പ്രതിനിധി പറഞ്ഞു. യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഹമാസ് നിലപാടിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. 1ാം ഘട്ട വെടിനിർത്തൽ ദീർഘിപ്പിക്കാനുള്ള നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു. പക്ഷേ വെടിനിർത്തൽ നീട്ടിയ കാലയളവിൽ ബന്ദികളുടെ മോചനം നടപ്പാക്കിയതുമില്ല. ഇക്കാരണത്താൽ തന്നെയാണ് വെടിനിർത്തൽ നിർദ്ദേശത്തെ അംഗീകരിച്ചത് ആത്മാർത്ഥമായല്ലെന്ന് ആരോപണം ഉയരുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രത്യേക പ്രതിനിധിയുടെ പ്രതികരണം. ഒരേ സമയം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എതിരെയുള്ള ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. യുക്രൈൻ വെടിനിർത്തൽ ധാരണാ ചർച്ചകൾ പുരോഗമിക്കുന്നു. US പ്രതിനിധികൾ റഷ്യ യുക്രൈൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. സൗദി അറേബ്യയിൽ വെച്ചായിരിക്കും ചർച്ചകൾ ഉണ്ടാവുക. റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിരുന്നു. റഷ്യ യുക്രൈൻ ചർച്ചകൾ സൗദി അറേബ്യയിൽ പുരോഗമിക്കുകയാണ്. കരിങ്കടലിൽ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായുള്ള നീക്കങ്ങൾക്ക് ഈയൊരു ചർച്ചയിൽ പ്രത്യേക ഊന്നൽ നൽകുന്നതായി റഷ്യ അറിയിച്ചു. കരിങ്കടലിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് ഉൾപ്പെടെ അനുകൂല നിലപാടാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തിനായാലും ഈ ഒരു നിർണായകമായൊരു ചർച്ചയാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ പുരോഗമിക്കുന്നത്. ഇരു വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്നുണ്ടോ? വിഷ്ണു, തീർച്ചയായും ഇപ്പോൾ പുരോഗമിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അതോടൊപ്പം മറ്റ് സുപ്രധാനമായ മറ്റു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത് കരിങ്കടലിൽ ശക്തമായ, അതായത് ബ്ലാക്ക് സീയിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, അതായത് അവിടെയുള്ള കപ്പൽ ഗതാഗതത്തിന് സുരക്ഷ ഒരുക്കുന്നതിന് വെടിനിർത്തൽ ധാരണ ആകാമെന്ന നിലപാടാണ് റഷ്യ എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യുക്രൈനും റഷ്യയും അതിലിടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെയുള്ള വലിയൊരു കടലിടുക്കായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള കപ്പൽ യാത്ര സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടത് ആ പ്രദേശത്തെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിനും വാണിജ്യ ഗതാഗതത്തിനും അനിവാര്യമാണ്. അവിടെ വെടിനിർത്തൽ സാധ്യത, അതായത് കരിങ്കടലിലെ സുരക്ഷ, ബ്ലാക്ക് സീയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്, കപ്പൽ ഗതാഗതം കൃത്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കാര്യക്ഷമമായി നടത്താമെന്ന നിലപാട് റഷ്യ സ്വീകരിച്ചിരിക്കുന്നു. അതായത് ഒരു പ്രദേശത്ത് വെടിനിർത്തൽ നടപ്പാക്കാം യുക്രൈനുമായി ബന്ധപ്പെട്ട് എന്ന് വളരെ കൃത്യമായൊരു നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമായി കണക്കാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലുള്ള ചർച്ചകൾ തുടരണമെന്നൊരു അഭിപ്രായമാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, മറ്റു വിഷയങ്ങളെന്ന് പറയുന്നത് മറ്റ് ചില മേഖലകളിൽ, അതായത് ഈ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള റഷ്യൻ പ്രവിശ്യകളുടെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ യുക്രൈനിലെ പ്രവിശ്യകളിലെ ചില വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന നിലപാടാണ് നേരത്തെ പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി പങ്കുവച്ചത്. ഈ പങ്കുവച്ച വിഷയത്തിലുള്ള കടുത്ത നടപടികൾ
നടപടികൾ എന്തെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ കർശനമായ നീക്കങ്ങൾ ഉണ്ടാകണമെന്ന നിലപാടാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൗദി അറേബ്യയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി അമേരിക്കയുടെ പ്രതിനിധി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാനുള്ള വാർത്ത ഈ കടലിലെ സുരക്ഷ സംബന്ധിച്ചുള്ള നീക്കങ്ങൾക്ക് ഒരു അനുകൂല നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നുവെന്നാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, യുക്രൈന്റെ താൽക്കാലിക 30 ദിവസത്തേക്കുള്ള റഷ്യ വെടിനിർത്തൽ ധാരണ അംഗീകരിക്കാൻ പുടിൻ തയ്യാറായിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു മേഖലയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനും കടൽ യാത്ര സുരക്ഷിതമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും തയ്യാറാണ് എന്ന നിലപാട് പുടിൻ അറിയിക്കുന്നുണ്ട്. ഇതൊരു അനുകൂല സൂചനയായി, അല്ലെങ്കിൽ ഒരു അനുകൂല ഘടകമായി തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ചർച്ചകൾ ഇനിയും തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ 2-3 ദിവസങ്ങൾക്കകം ഒരു കൃത്യമായ ധാരണയിലെത്താനും പിന്നീട് ആ ധാരണയിലേക്ക് നീങ്ങാനും സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം യുക്രൈനിൽ റഷ്യയുടെയും അത് തിരിച്ചും ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ കാര്യമായ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ തകർന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഐസൻ, ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്ന ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ചില ആക്രമണ സംഭവങ്ങൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ അരങ്ങേറിയിരുന്നു. ഒരുപക്ഷെ നമുക്കറിയാം മുൻപ് ട്രംപിനെ കണ്ടതിന് ശേഷം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ചൂണ്ടിക്കാട്ടിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വഷളാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും അതിർത്തികളിൽ ചില സംഘർഷം ഉണ്ടാകുന്ന റഷ്യ അത് ഗൗനത്തിലെടുക്കുന്നില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു ചർച്ചകൾ നടക്കുമ്പോഴും ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ തന്നെയും ഇപ്പോഴും ചില സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി ഒരു നിയന്ത്രിക്കാൻ റഷ്യക്ക് സാധിക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ ഭാഗത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിൽ പോലും അക്കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? വിഷ്ണു, തീർച്ചയായും ഇത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് കർസ് മേഖലയിലുള്ള ഈ പ്രശ്നമാണ് പ്രധാനമായും ഇപ്പോൾ വിഷ്ണു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള മേഖലയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടത്തി നിയന്ത്രണ വിധേയമാക്കുന്ന, അല്ലെങ്കിൽ റഷ്യ നിയന്ത്രണാധീനമാക്കുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 20-30 ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റഷ്യയുടെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല കർസ് മേഖലയിൽ ഉത്തര കൊറിയൻ സേനയുടെ വിന്യാസം പോലും ഉണ്ടായിരുന്നു എന്ന ഒരു സൂചന അടിസ്ഥാനത്തിലാണ് ലാൻഡ് മൈനുകൾ ഉൾപ്പെടെ അമേരിക്ക നൽകാൻ തീരുമാനിച്ചത്, ബൈഡൻ ഭരണകൂടം നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ അവയെല്ലാം തന്നെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ. അതായത് അടുത്ത ദിവസം തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് സെലൻസ്കി അമേരിക്കയിലെത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ പൂർണ്ണമായും അത് നടപ്പാക്കുകയുമായിരുന്നു. അത്തരത്തിലുള്ള തുടർച്ചയായ നടപടികളിലൂടെ ഈ അതിർത്തിയിലെ സേനാവിന്യാസം സംബന്ധിച്ച വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ കർസ് മേഖലയിൽ ഉത്തര കൊറിയൻ സൈന്യം ഇല്ല എന്നുള്ള ഒരു സൂചനയും, അതുപോലെ തന്നെ റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റം കാര്യമായി ഉണ്ടാകുന്നില്ല എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങളും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ മറ്റു മേഖലകളിലാണ് അതിശക്തമായ ആക്രമണങ്ങളെല്ലാം തന്നെ നടന്നത്. അത്തരത്തിലുള്ള ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ വീണ്ടും ഒരു ശാശ്വത സമാധാനത്തിലേക്കുള്ള നീക്കം നടത്തുമ്പോൾ പഴയ ചില പ്രശ്നങ്ങൾ വിഘാതമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി അവയും പരിഹരിക്കാൻ സാധിക്കും സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകളിൽ എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി. ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ബാലഗോകുലം ഡൽഹി NCRന്റെ രജത ജയന്തി ആശീർവാദ സഭ നടന്നു. തുഗ്ലക് ക്രസന്റ് റോഡിൽ നടന്ന ചടങ്ങിൽ അമൃതഭാരതി വിദ്യാപീഠം അധ്യക്ഷൻ പ്രൊഫസർ NV നടേശൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃതഭാരതി പരീക്ഷയിൽ വിജയിച്ചവരെയും രജത ജയന്തി ലോഗോ മത്സര വിജയികളെയും വിവേക യുവജാഗ്രതയുടെ പരിശീലന കളരിയിൽ പങ്കെടുത്തവരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ബിനോയ് ശ്രീധർ, KV രാമചന്ദ്രൻ, N വേണുഗോപാൽ, MR വിജയൻ, അജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബുദ്ധിജീവികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചർ. ബുദ്ധിജീവി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ആളുകളുടെ പേര് വരുന്നു. അതിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതല്ല വേണ്ടത്. ഹൃദയം വികസിക്കുന്ന ഹൃദയജീവികൾ വേണം. അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാനുള്ള അക്ഷയുള്ളവരെ ആയിട്ട് വളരേണ്ടതുണ്ട്. അതിനെന്താ വേണമെന്ന് ചോദിച്ചപ്പോഴാണ് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം. സംസ്കൃതം ഉപഭാഷയായിട്ട് പഠിക്കണം. ആ പഠനത്തിലൂടെ പങ്കുവെക്കേണ്ടത് ഭാരതത്തിൻ്റെ ഈടുവെപ്പുകളാണ്. SDPIക്ക് കുരുക്ക് മുറുകുന്നു. ഭീകരവാദ ഫണ്ടിംഗ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് SDPIക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ
വരവ് ചെലവ് കണക്കുകൾ ED പരിശോധിച്ചിരുന്നു. SDPIയുടെ അനധികൃത പണമിടപാടും ഭീകരവാദ ഫണ്ടിംഗ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അടങ്ങിയ അന്വേഷണ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ കോടതിയിലും കേന്ദ്ര സർക്കാരിനും സമർപ്പിക്കും. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദത്തിനായി സമാഹരിച്ച പണം തന്നെയാണ് SDPI ഉപയോഗിച്ചതെന്നും അതിന്റെ തെളിവുകളും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഹവാല പണം സംഭാവനയായി സ്വീകരിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചതോടെ സംഭാവന നൽകിയ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ EDയും ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിച്ചു വരികയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ SDPI തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വരവ് ചെലവ് കണക്കുകളും ED പരിശോധിച്ചു. പിടിയിലായ മുഹമ്മദ് കുട്ടി ഫൈസിയുടെ ഫോണിൽ നിന്ന് നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫണ്ടും SDPIയും നടത്തിയ പണമിടപാടുകളുടെയും ഗുരുതര വിവരങ്ങൾ ഉൾപ്പെട്ട ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കേസിൽ ED അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതോടെ SDPIക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. SDPI ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകര സ്വഭാവത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനം, ഡൽഹി. കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 28-നാണ് പൊതു തെരഞ്ഞെടുപ്പ്. ഗവർണർ ജനറലിനെ കണ്ട് പ്രധാനമന്ത്രി മാർക്ക് കാർണി പാർലമെന്റ് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തു. മാർച്ച് 14-നാണ് കാനഡയിൽ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയും ക്യാബിനറ്റും ചുമതലയേറ്റത്. കേരളത്തിൽ NDA സർക്കാർ രൂപീകരിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ ജനങ്ങൾ ഇടത് വലത് മുന്നണികളെ മടുത്തെന്നും അവർക്ക് മുൻപിൽ മൂന്നാമതൊരു ഓപ്ഷനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനം TV പ്രോഗ്രാം വിഭാഗം മേധാവി അനിൽ നമ്പ്യാരുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമുഖത്തിന്റെ പൂർണ്ണ സംപ്രേഷണം ഇന്ന് രാത്രി 10 മണിക്ക് ജനം TV. എല്ലാവരോടും ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി കേന്ദ്രം. 5 ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് 5 വർഷത്തേക്കാണ് അധിക തീരുവ ചുമത്തിയത്. ഫ്ലാക്സുകൾക്ക് മറ്റ് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾക്കുമാണ് അധിക തീരുവ ചുമത്തിയിട്ടുള്ളത്. ചൈനയ്ക്ക് പുറമെ കൊറിയ, നോർവേ, മലേഷ്യ, തായ്വാൻ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾക്കും കേന്ദ്രം അധിക തീരുവ ചുമത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫ്ലാസ്കുകൾ, അലൂമിനിയം ഫോയിൽ, അണുനാശിനികളിൽ ഉപയോഗിക്കുന്ന ട്രൈക്ലോർ, PVC പേസ്റ്റ്, റെസിൻ എന്നീ ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ ചുമത്തിയത്. വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് തീരുവ ചുമത്തിയത്. ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയെ ബാധിച്ചിട്ടുണ്ടോ എന്നും പരിശോധന നടത്തുമെന്നും CBIC അറിയിച്ചു. അലൂമിനിയം ഫോയിലിന് 6 മാസത്തേക്ക് 1 ടണ്ണിന് $873 തീരുവ ചുമത്തുക. ഇലക്ട്രിക് വാഹനങ്ങളിലും ചാർജറുകളിലും ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ സോഫ്റ്റ് ഫെറൈറ്റ് കോറുകൾക്ക് 35% വരെ തീരുവ ചുമത്തും. ഫ്ലാസ്കുകൾക്ക് 1 ടണ്ണിന് $1732 ആകും തീരുവയായി ചുമത്തുക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കേരളത്തിലെ NDA സർക്കാർ രൂപീകരിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ ജനങ്ങൾ ഇടത് വലത് മുന്നണികളെ മടുത്തെന്നും അവർക്ക് മുൻപിൽ മൂന്നാമതൊരു ഓപ്ഷനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനം TV പ്രോഗ്രാം വിഭാഗം മേധാവി അനിൽ നമ്പ്യാരുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമുഖത്തിന്റെ പുനർസംപ്രേഷണം ഇന്ന് രാത്രി 10 മണിക്ക് ജനം TV. എന്നെ അയച്ചിരിക്കുന്നത്, എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ ഒരു BJP NDA സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. അല്ല, വിശ്രമല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. അതാണ് ഞങ്ങളുടെ ദൗത്യം, നമ്മളെല്ലാവരും ദൗത്യം എന്ന് പാട്ടിൽ ഞാൻ പറഞ്ഞു. പണ്ട് കാലത്തെല്ലാം ശരിക്കും നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എല്ലാം പഠിച്ച് ഒരു 20 കൊല്ലം മുമ്പെല്ലാം പഠിക്കുമ്പോൾ ലെഫ്റ്റ് ഒരു ആക്രമണത്തിൻ്റെ ഒരു ഐഡിയോളജി ആയിരുന്നു, ഒരു വയലൻസ്, ഇൻറ്റിമിഡേഷൻ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതി, കറപ്ഷൻ, ലാൻഡ് ഗ്രാബ്. ഇതിപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട്. CPM-ലുണ്ട് അഴിമതി, CPM-ലുണ്ട് ഡൈനസ്റ്റി, ഇവിടെയുണ്ട് അഴിമതി, ഇവിടെയുണ്ട് വയലൻസ്. അതുകൊണ്ട്
ഈ ജനങ്ങളുടെ മനസ്സിൽ അക്കോർഡിംഗ് ടു മീ അവർ നോക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസിൻ്റെ രണ്ട് പാർട്ട്ണറിൻ്റെ ഇക്കണോമിക് ഐഡിയോളജിയും ഈ ഭാവിയെ പറ്റി വിചാരിക്കുമ്പോൾ ഇവർ രണ്ടാളും ഒരു വ്യത്യാസമില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.